ഹു, 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 ഹു. സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. വെരി സ്ട്രോങ് പഞ്ചൻ സ്മെല്ലായിരുന്നു അത്, സീഡർ വുഡിൻ്റെ ഒക്കെ ഉണ്ടോ. പക്ഷെ അതല്ല ഇവിടുത്തെ കാര്യം. ഇതാണ് മോട്ടോ എഡ്ജ് 70 Pro. സാധനം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയാൻ പോവാ, അണ്ടർ 40,000 രൂപയ്ക്കകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്ന ഒരു വാല്യൂ ഫോർ മണി ഓൾറൗണ്ടർ ഏതാണെന്ന് എടുത്ത് ചോദിച്ചാൽ ഇവനായിരിക്കും. അതിന് കൂടുതൽ ചിന്തിക്കാനോ പറയാനോ ഒന്നുമില്ല. എല്ലാ രീതിയിലും എല്ലാ ആസ്പെക്റ്റിലും മോട്ടോ സൂപ്പർ ആക്കിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് മാസങ്ങളായിട്ടൊന്നും ഉപയോഗിക്കുന്നതല്ല, പക്ഷെ ഒരാഴ്ച എനിക്ക് 7 ദിവസമായിട്ട് ഉപയോഗിക്കുക. അതിൽ നിന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യത്തിൽ നിന്ന് ആദ്യം തുടങ്ങാം. ഇൻ ഹാൻഡ് ഫീൽ. കയ്യിൽ ഈ ഫോൺ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ സത്യം പറയാമല്ലോ, നമുക്കൊരു ഭയങ്കര മോഡേൺ ഫ്യൂച്ചറിസ്റ്റിക് റെട്രോ അങ്ങനത്തെ ഒക്കെ ഒരു സാധനം കിട്ടണം. ഭയങ്കര മോഡേൺ ഫിനിഷാണ്. ഭയങ്കര എല്ലാം ഒരു 4D കേർവ്ഡ് ഇതുണ്ട് ത്രൂ ഔട്ട് ദ ഡിസ്പ്ലേ ആണെങ്കിലും. ഭയങ്കര സ്ലിം ബെസൽസ് എല്ലാം റെയിൽസ് ആണ്. പിടിക്കാനും അപ്പം നമുക്ക് മനസ്സിലാവും അത്യാവശ്യം പ്രീമിയം ഒരു ഫോണാണിത്. കൈ പിടിക്കാനും ഉപയോഗിക്കാനും ഒക്കെ അതിനൊന്നും ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. വേറൊരു കാര്യം, എനിക്ക് ഇതിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുമ്പോൾ 190 ഗ്രാം ഇല്ല, 183 ഗ്രാം കണ്ടേ ഉള്ളൂ. അതിൻ്റെ കൂടത്ത് ഇതിനകത്ത് മിലിറ്ററി സ്റ്റാൻഡേർഡ് കംപ്ലൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ടഫ് ആൻഡ് ഡ്യൂറബിൾ ആണെന്നാണ് പറയപ്പെടുന്നത്. ഗോറില്ല ഗ്ലാസ് 7i ഫ്രണ്ടിൽ. പിന്നെ വേറെ എന്തൊക്കെയാ ഉള്ളതെന്ന് വെച്ചാൽ IP68 69 കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ബിൽഡ് ക്വാളിറ്റി, ഇൻ ഹാൻഡ് ഫീൽ സൂപ്പർ ആട്ടോ. ഇൻ ഹാൻഡ് ഫീൽ ഞാൻ നിങ്ങളത് എത്ര പറഞ്ഞെന്നാൽ മനസ്സിലാവില്ല. മോട്ടോയുടെ സ്ലിം പ്രീമിയം ഫോൺസ് ഒന്നും നിങ്ങൾ കയ്യിൽ കടയിൽ പോയി എക്സ്പീരിയൻസ് ചെയ്താൽ തന്നെ നിങ്ങൾ ഇൻ ഹാൻഡ് ഫീൽ പറഞ്ഞാൽ മനസ്സിലാവും. സോ അടുത്ത എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ, പണ്ട് മോട്ടോയുടെ OLED ഡിസ്പ്ലേ ആയിരുന്നു. അമ്മമാർ അതൊക്കെ എടുത്ത് കളഞ്ഞു. ഇപ്പം AMOLED ഡിസ്പ്ലേ സൂപ്പർ. ഗെയിം കളിക്കാനാണേലും എന്താണേലും 5000 മേളിൽ പീക്ക് ബ്രൈറ്റ്നസ് ഉള്ളൊരു ഡിസ്പ്ലേ ആണ് കേട്ടോ. HBM ഒക്കെ ധാരാളം, എത്ര വെയിലത്ത് വരുന്ന നിങ്ങൾക്ക് ഒരു സീനും ഇല്ല. അതിനകത്തൊന്നും നിങ്ങൾ പേടിക്കുകയുണ്ടോ. സൂപ്പർബ് ഡിസ്പ്ലേ. അങ്ങനത്തെ ഒരു പ്രശ്നം വരെ. കളർ ആക്യുറസി 1 ബില്യൺ പ്ലസ് കളേഴ്സ്, 144 ഹെർട്സ് ഡിസ്പ്ലേ ആണ്. LTP ആസ് ഓഫ് റൈറ്റ് നോ എനിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. LTP കൂടെ ഉണ്ട്, പക്ഷേ LTP നിങ്ങൾ മിസ് ചെയ്യത്തില്ല. ഞാൻ കാരണം പറഞ്ഞുതരാം. ഡിസ്പ്ലേ ആസ് ഓഫ് റൈറ്റ് നോ അത്യാവശ്യം സൂപ്പർ കളർ ആക്യുറേറ്റ്. അവരുടെ വൈറ്റ്സ് ഒക്കെ ഭയങ്കര ക്രീമി വൈറ്റ്സ്. രാത്രി ഇന്നും ഭയങ്കര കണ്ണിന് വേദന എടുക്കാതെ അത്യാവശ്യം നല്ലോണം ഡിമ്മാവുന്നൊക്കെ ഒരു ഡിസ്പ്ലേയും കൂടെ ആണ് എന്നെനിക്ക് പറയാനുണ്ട്. ഹൈലി റിഫ്രഷ് റേറ്റും കളറും എല്ലാം ടോപ്പ് സാധനം. ഈ 40,000 രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് LTP കൊണ്ടുവരാമായിരുന്നോ എന്ന് ചോദിച്ചാൽ കൊണ്ടുവരാം. പക്ഷേ അതിന് നിങ്ങൾ മിസ് ഔട്ട് ചെയ്യില്ല, കാരണം അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരാം. നമ്മുടെ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് എപ്പോഴും എലിവേറ്റ് ചെയ്യുന്നതിൻ്റെ സ്പീക്കേഴ്സാണ്. അഫ്കോഴ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ, 40,000 രൂപയുടെ മോട്ടോയുടെ സ്പീക്കേഴ്സാണ്. ഡോൾബി അറ്റ്മോസിൻ്റെ സ്റ്റേരിയോ. ഗെയിം കളിക്കാനാണെങ്കിലും പാട്ട് കാണാനാണെങ്കിലും പിന്നെ പോഡ്കാസ്റ്റ് കേൾക്കാനാണെങ്കിലും വോക്കൽസിനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അത്യാവശ്യം ഭയങ്കര ലൗഡാണ്. എന്നും ഡോണ്ട് എക്സ്പെക്ട് iPhone 17 Pro Maxൻ്റെ സ്പീക്കേഴ്സ് ഒന്നും. ഈ പ്രൈസ് റേഞ്ചിൽ സൂപ്പർ സ്പീക്കേഴ്സും നല്ല സൂപ്പർ വൈബ്രേഷൻ മോട്ടറുമാണ്. സൂപ്പർ വൈബ്രേഷൻ മോട്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുൾ അല്ല, പക്ഷേ ഭയങ്കര പ്രിസൈസ് ആയിട്ടുള്ള ടാക്റ്റൈൽ ഫീലൊക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടും എന്ന് ഈ വാക്ക് തരാൻ പറ്റും. മോട്ടോ ഈ പ്രൈസ് റേഞ്ചിന് അതൊന്നും ചീപ്പ് ഔട്ട് ചെയ്തിട്ടില്ല. ഗുഡ് ജോബ്. വിവോയുടെ ചില ഫോണൊക്കെ ഉണ്ട് നമ്മൾ കാട്ടുചാത്തം വൈബ്രേഷൻ മോട്ടറും എന്തായാലും. സോ കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, നമുക്ക് എന്താ സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അടുത്ത് പറയാനുള്ള ഇതിൻ്റെ പെർഫോമൻസ് ആൻഡ് ബാറ്ററി ലൈഫിനകത്ത് ഡിമെൻസിറ്റിയുടെ 8500 അല്ലെങ്കിൽ 8500 എക്സ്ട്രീം എന്ന് പറഞ്ഞ പ്രോസസ്സർ ഉപയോഗിച്ചിരിക്കുന്നത്. അത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കൊള്ളാം. പ്രത്യേകിച്ച് സത്യം പറഞ്ഞാൽ ഒരു അണ്ടർ റേറ്റഡ് പ്രോസസ്സറാണെന്ന് എനിക്ക് പറയും. ഭയങ്കര കേപ്പബിൾ ആയിട്ടുള്ള പ്രോസസ്സർ കേട്ടോ. നല്ല കേപ്പബിൾ ആയിട്ട് 4 നാനോമീറ്റർ ഫാബ്രിക്കേഷനകത്ത് മാലിയുടെ MC720 MC8 ആണെന്ന് തോന്നുന്നത്. മാലിയുടെ G720 MC8 എന്ന് പറഞ്ഞ GPU ആണ്. അത്യാവശ്യം മാലിയുടെ GPU MC8 സീരീസിനകത്തൊക്കെ വരുന്ന അത്യാവശ്യം സൂപ്പർ തന്നെ. ഗെയിം കളിക്കാനാണെങ്കിലും പുഷ് ചെയ്യാനാണെങ്കിലും എല്ലാം ഒരു 4 നാനോമീറ്റർ ഫാബ്രിക്കേഷനകത്ത് അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടൊരു ചിപ്സെറ്റ് ആണ്. അണ്ടർ റേറ്റ് ചെയ്ത് കാണില്ല നിങ്ങൾ ഈ ചിപ്സെറ്റ് ഡിമെൻസിറ്റിയുടെ ഉണ്ട്. പിന്നെ എക്സ്ട്രീം വേരിയൻ്റ് ആയിട്ട് ഇച്ചിരി ഹയർ ക്ലോക്ക് സ്പീഡും കൂടെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഗെയിം കളിക്കാനാണെങ്കിലും ഇച്ചിരി എക്സ്ട്രീം ചെറിയ ലൈറ്റ് കോമ്പറ്റേറ്റീവ് ഗെയിമിങ്ങിനൊക്കെ ആണെങ്കിലും ഈ ചിപ്സെറ്റ് ഹാൻഡിൽ ചെയ്യും ഒന്നതാണ് സത്യം. ഞാൻ എക്സ്റ്റെൻസീവ് ആയിട്ടൊന്നും ഗെയിം കളിച്ച് നോക്കിയില്ല, പക്ഷേ എനിക്ക് ഒരു സ്റ്റഡോസ് ഒരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല. സൂപ്പർ ചിപ്സെറ്റാണ്. ചിപ്സെറ്റിന് ആകെ ഒരു പ്രശ്നം ചെറുതായിട്ട് ചൂടാവും, പക്ഷേ കുഴപ്പമില്ല. ഫോൺ അത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഗൈസ്, ഫോണിനെ മാത്രം കുറ്റം പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഹ്യൂമിഡിറ്റി അറ്റ്മോസ്ഫിയറിൽ എനിക്ക് സത്യം പറഞ്ഞാൽ വെളിയിലേക്ക് എടുക്കുമ്പോൾ വേണ്ടി ടെസ്റ്റിംഗ് അറിയത്തില്ല. കാരണം എനിക്ക് ഇവിടുന്ന് സ്ലീവ് ടാറ്റു അടിച്ചതിനാണ് കറ്റാൻ അടിച്ചേക്കുന്നത്. അതുകൊണ്ട് ഈ ചൂടത്ത് ഭയങ്കര വെറുപ്പിക്കുന്നതായിട്ട് ചൂടൊന്നും എനിക്ക് റിപ്പോർട്ട് ചെയ്യാനോ കാര്യങ്ങളൊന്നുമില്ല. ഇതില്ലാതെ കേസ് ഇല്ലാതെ തന്നെ യൂസ് ചെയ്ത് നോക്കിയാൽ കുഴപ്പമില്ലാത്ത ചൂടൊക്കെ ഉള്ളൂ. അതും ഇച്ചിരി പുഷ് ചെയ്താലേ നിങ്ങളെ ചൂടറിയാം, അല്ലാതെ ചൂടൊന്നും അറിയത്തില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. അറിയത്തില്ല, അത്രേ ഉള്ളൂ. കുഴപ്പമില്ലാത്ത അൺബെയറബിൾ ഹീറ്റ് എന്നൊന്നും നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ പ്രോസസ്സറിന് വേറൊരു വലിയ കാര്യം എന്ന് വെച്ചാൽ അത്യാവശ്യം ബാറ്ററി എഫിഷ്യൻറ്റും കൂടാണ്. നിങ്ങളിപ്പം
അതിൻ്റെ ക്ലസ്റ്റർ അറേഞ്ച്മെൻറ്റ് ഫാബ്രിക്കേഷനൊക്കെ ജസ്റ്റ് നോക്കുവാണെങ്കിൽ പുഷ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ക്ലോക്ക് ചെയ്യാറുള്ളൂ. ഇല്ലാത്തപ്പോൾ ഭയങ്കര ഐഡിൽ സമാധാനപ്രിയരായിട്ടൊരു പ്രോസസ്സറൊക്കെയാണ് ഇവൻ കൊടുത്തേക്കുന്നത് എന്ന് പറയുന്നതാണ് വേറൊരു ഫാക്ട്. ഹൗസ് ദ ബാറ്ററി ലൈഫ്? ബാറ്ററി ലൈഫ് 6500 mAh. ഐ എം ആബ്സല്യൂട്ട്ലി ഇംപ്രസ്ഡ്. നിങ്ങൾക്ക് 1.5 ദിവസം എങ്ങനെയായാലും കിട്ടും. ഭയങ്കര 60 Hz ഒക്കെ ആയിട്ട് പവർ സേവിങ് മോഡൊക്കെ ഇട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ദിവസം സുഖമായിട്ട് പുഷ് ചെയ്യാം. അതും ഇത്രയും സ്ലിം സ്ലീക്ക് സെക്സി ഫോൺ ഫാക്ടറിനകത്തുള്ളത് കണ്ടു പഠിക്കുക. സാംസങ് കണ്ടു പഠിക്കുക. 5000, 4000, 3500 ഒക്കെ കൊണ്ട് നാട്ടുകാരെ പറ്റിക്കുക. നല്ല ബാറ്ററി ലൈഫ് കൂടെ പുതിയ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യും. ഈ സ്ലിം ഫോം ഫാക്ടറിൽ ഇവർക്ക് 6500 mAh കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും അതൊക്കെ പറ്റും. ഈ വിലയ്ക്കകത്ത് ബാറ്ററി ലൈഫ് ഇസ് വെരി ഗുഡ്. പിന്നെ മോട്ടോയുടെ സോഫ്റ്റ്വെയറും കൂടെ ഒക്കെ ഉണ്ട് തന്നെ. മോട്ടോയുടെ സോഫ്റ്റ്വെയർ ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ചെറിയ ചെറിയ അഡീഷന് കിട്ടിയേക്കും. ഇപ്പോൾ ഷട്ടറൊക്കെ ഇടുമ്പം അവരുടേതായ രീതിയിലൊക്കെ വരുന്നുണ്ട്. എനിക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. വെരി സ്മൂത്ത്. എന്താ പറയണ, മോട്ടോ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറഞ്ഞു വരുന്നതിന് മുന്നേ ഭയങ്കര പെട്ടെന്ന് നിങ്ങൾ ഫാസ്റ്റ് ചാർജിങ്ങും വയർലെസ് ചാർജിങ്ങും ഒക്കെ സംഭവങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ റിവേഴ്സായിട്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നുമില്ല. അതൊക്കെ സത്യം പറഞ്ഞാൽ നല്ല ഫീച്ചറാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ മാത്രമേ അതിൻ്റെ ഒക്കെ ഗുണം നമുക്ക് മനസ്സിലാവും. എങ്ങനെ ഉണ്ട് ക്യാമറ? അതിന് മുന്നേ തൊട്ട് ബാറ്ററി ലൈഫും കൂടെ പറഞ്ഞിട്ടേക്കാം. ക്യാമറയാണ് ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഇംപ്രസീവ് ഫാക്ടറായിട്ട് തോന്നി. പക്ഷേ ബാറ്ററി ലൈഫ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, ബാറ്ററി ലൈഫ് ഇല്ലല്ലോ, നമുക്ക് ഇപ്പോൾ സോഫ്റ്റ്വെയർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, മോട്ടോസ് ആൻഡ്രോയിഡ് 16 എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹലോ UI ഒക്കെ അവരുടെ സത്യം പറഞ്ഞാൽ വലിയ ബഗ്ഗോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പക്ഷേ അവർ സ്ഥിരമായിട്ട് അപ്ഡേറ്റ് തരത്തില്ല എന്നൊരു ബാഡ് റെപ്യൂട്ടേഷൻ ഉണ്ട്. പക്ഷേ ഒരു 3 വർഷത്തെ അപ്ഡേറ്റ് ആൻഡ്രോയിഡ് 19 വരെ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഉറപ്പായിട്ട്, അല്ലെങ്കിൽ 16 വന്നു, അപ്പോൾ 17, 18, 19 എന്തായാലും കിട്ടും. അപ്പം കിട്ടും. ഇച്ചിരി ലേറ്റ് ആകുമെന്നേ ഉള്ളൂ, പക്ഷേ കിട്ടും. പക്ഷേ ഇൻബിൽട്ട് ആയിട്ട് വരുന്ന സോഫ്റ്റ്വെയർ ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഇവിടെ ഒരു AI ബട്ടണൊക്കെ അവർ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വട്ടം മോട്ടോ H70 പെർപ്ലെക്സിറ്റിയും തമ്മിൽ എന്തൊക്കെയൊക്കെയോ കൊളാബ് ഉണ്ട്. അതേപോലെ ഇവരും കോപ്പൈലറ്റും തമ്മിൽ എന്തൊക്കെയൊക്കെയോ കൊളാബ് ഉണ്ട്. അതുകൊണ്ട് AI സ്റ്റാൻഡ്സിനകത്ത് ഇപ്പം ഫോട്ടോ റീജനറേഷൻ ആയിക്കോട്ടെ, ഇമേജ് ഡ്രാഫ്റ്റിംഗ് ആയിക്കോട്ടെ, അതൊക്കെ എന്തായാലും ഇതിനകത്ത് നല്ലോണം പറ്റും. ഒരുപാട് AI ഫീച്ചേഴ്സ് അഡീഷണൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മോട്ടോയുടെ ടിപ്പിക്കൽ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, മോട്ടോ സെക്യൂർ, മോട്ടോ അൺപ്ലഗ്ഡ്, സ്മാർട്ട് കണക്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര അണ്ടർ റേറ്റഡ് ഫീച്ചേഴ്സാണ് ഗൈസ്. സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെൻറ്റിൽ അപ്ഡേറ്റ് വന്ന് കുളവാക്കത്തെടുത്താൽ ഞാനത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഓൾമോസ്റ്റ് ഒരു ക്ലീൻ മിനിമൽ എസ്തെറ്റിക്സും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര ഒരു അണ്ടർ റേറ്റഡ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തന്നെയാണെന്ന് എനിക്ക് പറയാം. വരെയൊന്നും വീഴത്തില്ല എന്നൊക്കെ എന്തൊക്കെയോ അവർ ട്വീറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ദൈവത്തിന് അറിയാം. അത് പ്രാർത്ഥിക്കാം. പിന്നെ ഇത് X26 Ultra ആണോ അടിച്ചാലും വരെ വീഴുമെന്ന് പ്രാർത്ഥിക്കാം. അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തൊന്നുമില്ലെന്ന് പറഞ്ഞാൽ. ക്യാമറ എങ്ങനെയാണെന്ന് വെച്ചാൽ 50-50-50. 50 മെഗാ മെയിൻ ഷൂട്ടർ, 50 മെഗാ മറ്റേ ടെലിഫോട്ടോ 3.5x, പിന്നെ 50 മെഗാ വൈഡ് ആംഗിൾ. എങ്ങനെയാണെന്ന് വെച്ചാൽ സൂപ്പർ. ഐ എം ഇംപ്രസ്ഡ്. 40,000 രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് വിവോ കിട്ടുന്ന ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എപ്പോഴും ഗൈസ് വിവോയുടെ ഫൈൻ ട്യൂണിങ് ഉണ്ടല്ലോ, വിവോ സെയിൻസിൻ്റെ കൊളാബറേഷൻ ഈ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടും. അതേപോലത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന സ്പെസിഫിക് ഫോൺ എന്ന് പറയുന്നില്ല, പക്ഷേ ദി ബെസ്റ്റ് ക്യാമറ ഫോൺ അണ്ടർ 40,000 ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ അതിന് തൊട്ട് താഴെ നിൽക്കും. നല്ല പ്രോസസ്സിംഗ് ആണ്. HDR ഒക്കെ സൂപ്പറാണ്. ഞാൻ കുറച്ച് ഫോട്ടോ സാമ്പിൾസ് ഇവിടെ കാണിക്കാം. അല്ലാതെ പോർട്രേറ്റ്സ് എടുക്കുകയാണെങ്കിലും എല്ലാം മോട്ടോയുടെ ആ ഒരു ടിപ്പിക്കൽ കോൺട്രാസ്റ്റി, അത്യാവശ്യം കളർ കൂട്ടി സാച്ചുറേഷൻ ഫോട്ടോസൊക്കെയാണ്. വീഡിയോസ് ആണെങ്കിലും ആ കാര്യത്തിലൊക്കെ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് മോട്ടോ വരുത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്യാമറ സെഗ്മെൻറ്റിൽ മെയിൻ ഷൂട്ടർ അത്യാവശ്യം സൂപ്പറാണ്. നൈറ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ലതാണ്. എനിക്ക് എടുത്തു പറയാനുള്ള ഇവരുടെ സ്കിൻ ടോൺ, ഞാൻ സത്യം പറയാം, Xiaomi 17 റിവ്യൂവിൽ പറഞ്ഞായിരുന്നു സ്കിൻ ടോൺ മോശമാക്കി. എനിക്ക് ഭയങ്കര ചൊറയാണ്. പക്ഷെ ഇവർ സ്കിൻ ടോൺ, ഇവരുടെ പാൻറ്റോൺ വാലിഡേറ്റഡ് സ്കിൻ ടോണൊക്കെ വെച്ച് ആക്യുറേറ്റ് സ്കിൻ ടോൺ കൊടുക്കുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. ആസ് എ ഫോട്ടോഗ്രാഫർ എനിക്കത് ഭയങ്കര വലിയൊരു കാര്യമാണ്. ആ സ്കിൻ ടോണും കളേഴ്സും എല്ലാം ബൂസ്റ്റ് ചെയ്യുന്നൊന്നും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ബൂസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗ്രീൻസും റെഡ്സും സയാനും ഒക്കെ ബ്ലൂ ഒക്കെ ആക്കുന്നൊക്കെ ഉണ്ട്. ആ സിനിമാറ്റിക് ടച്ചൊക്കെ എവിടേക്കൊക്കെ കൊണ്ടുവരാൻ ചിലപ്പോൾ ടോണൽ കോൺട്രാസ്റ്റ് ഒക്കെ അവർ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും ഗൈസ് ക്യാമറ സിസ്റ്റം ആസ് എ ഹോൾ സൂപ്പറാണ്. എനിക്കൊന്നും പറയില്ല. അത്യാവശ്യം നല്ല ഫോട്ടോസ്, വൈബ്രൻറ്റ്, കളർഫുൾ, പ്ലേഫുൾ ഫോട്ടോസാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. വേറെ റിമാർക്കായിട്ട് പറയാൻ, നൈറ്റിൽ ഭയങ്കര ഡീറ്റെയിൽസ് ഒന്നും ഈ പ്രൈസ് റേഞ്ചിൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഉണ്ട്, അത്യാവശ്യം ഡീറ്റെയിൽസ് ഉണ്ട്. ക്യാമറാസിനകത്ത് ഈ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ ഹാപ്പിയാണ്. ഇത് തന്നെയാണ് ഈ ഫോണിൻ്റെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്. ഏത് സെഗ്മെൻറ്റ് എടുക്കുകയാണ്, ഡിസ്പ്ലേ ആണ് അടിപൊളി, സ്പീക്കേഴ്സ് ആണ് അടിപൊളി, ഡിസൈൻ ആണെങ്കിൽ സെക്സി, പിടിക്കാനൊക്കെ അടിപൊളി, സ്ലിം ഫോം ഫാക്ടർ ആണ്, ബാറ്ററി ലൈഫ് ആണെങ്കിൽ കൊള്ളാം, പെർഫോമൻസ് ആണെങ്കിൽ കൊള്ളാം.
തെർമൽസ് മാനേജ്മെൻറ്റും ഒക്കെ അടിപൊളിയാണ്. സോഫ്റ്റ്വെയറും യൂസ് ചെയ്യാനൊക്കെ സത്യം പറഞ്ഞാൽ നല്ല ഇൻറ്റ്യൂട്ടീവാണ്. ക്യാമറയും ഒരു രക്ഷയില്ലാത്ത അടിപൊളി. 40,000 രൂപയ്ക്കകത്ത് ഒരു വൈഡ് സ്പെക്ട്രം ഓഫ് ഓഡിയൻസിനെ കവർ ചെയ്യാൻ പറ്റുന്ന എന്നാൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു അണ്ടർ റേറ്റഡ് ഫോൺ ആവും. കാരണം ഇവർ അതിങ്ങനെ ഓഫ്ലൈൻ പ്രൊമോഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് ഈ ഫോണൊന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ ഞാൻ പറയും. കാരണം ട്വിൻസ് മൊബൈൽസ് പട്ടത്ത് പോയാൽ അത്യാവശ്യം നിങ്ങൾക്ക് നല്ല സാധനങ്ങളൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റും. ഈ ഫോണിൻ്റെ 2-3 റീറ്റെയിലും ഡെമോ പീസസൊക്കെ അവിടെ നിന്ന് നിങ്ങൾക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് സൂമൊക്കെ ചെയ്ത് അവിടെ പോയി കളിക്കും. ഈ ഫോണിൻ്റെ ഒരു ഇൻഹാൻഡ് ഫീൽ ഭയങ്കര യൂണീക്കാണ് കേട്ടോ. അത് നിങ്ങൾ അവിടെ പോയി അറിയേണ്ടത് തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ഗൈസ്, അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഫോൺ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുമോ ഇല്ലയോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ അബ്സല്യൂട്ട്ലി യെസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫോണാണ് കേട്ടോ. എൻ്റെ വീട്ടിലൊരു മോട്ടോ H60 ഉണ്ടായിരുന്നു, H50 ഉണ്ടായിരുന്നു, അതെല്ലാം പ്രോ വേർഷൻ ഉണ്ടായിരുന്നു. പ്രോ വേർഷൻ എപ്പോഴും നല്ല റിലയബിളാണ്. എനിക്കങ്ങനെ പറയുന്നത് വേണ്ടില്ല. അതുകൊണ്ട് ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യും. നിങ്ങൾ കടയിൽ ട്വിൻസ് മൊബൈൽസ് ട്രിവാൻഡ്രത്തുള്ളവരും ട്വിൻസ് മൊബൈൽസ് പോയി ട്രൈ ഔട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിച്ചു. നമ്മുടെ വീഡിയോയുടെ ഡിസ്കൗണ്ടും ഉണ്ട്. സോ ഗൈസ്, ശ്രീ ഹിയർ, ടോക്ക് ടു യു ഗൈസ് ലേറ്റർ. നല്ലൊരു ഓൾറൗണ്ടറാണ്. ലവ് യു ഉമ.